Hi guys, അപ്പോൾ എല്ലാവർക്കും ബ്രെയിൻസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന സാധനത്തിന് നിങ്ങൾക്ക് നല്ലപോലെ കാണാൻ വേണ്ടി പറ്റും. എന്നെ ഒരു മൂലക്കായിരിക്കും ഞാനിപ്പോൾ ശരിക്കും ഒരു മൂലക്കോട്ട് മാറിയിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ഒരു നോർമൽ ഫ്രെയിം അനുസരിച്ചാണെങ്കിൽ ഞാൻ ഉണ്ടാവില്ല ഫ്രെയിമിൻ്റെ അകത്ത്. കാരണം നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്ന സാധനം ഇത്തിരി ഒരു വലിയൊരു ബോക്സാണ്. നമ്മുടെ ടേബിളിലേക്ക് പുറത്തോട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1/10 സ്കെയിൽ ഒരു ക്രോളറാണ് RGT ബ്രാൻഡിൻ്റെ EX86010 JK, അതാണ് മോഡൽ നെയിം. കാണാണ്ട് പഠിക്കാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തു, എന്തായാലും കാണാണ്ട് പഠിച്ചിട്ടുണ്ട്. സോ നമ്മളിത് ഓർഡർ ചെയ്തത് അലിബാബ വഴിയാണ്. പേഴ്സണലി ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, പക്ഷേ എന്നാലും നമുക്ക് ഇവിടെ ലോക്കലി അവൈലബിൾ ആവാത്തതുകൊണ്ട് നമ്മൾ അലിബാബ വഴി ഓർഡർ ചെയ്തതേ ഉള്ളൂ. അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. ഷിപ്പിംഗ് ചാർജും കസ്റ്റംസ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ആ ഒരു ബഡ്ജറ്റ് എന്നുള്ളത് ചിലപ്പോൾ ഒരു ഇച്ചിരി കൂടെ കൂടാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും കസ്റ്റംസ് എത്ര വരും എന്നുള്ളത്. ചില സമയത്ത് കസ്റ്റംസിൽ നിന്ന് അത്ര ടാക്സ് കിട്ടില്ല, ചില സമയത്ത് നല്ലപോലെ കിട്ടാനും ചാൻസ് ഉണ്ട്. അത് നമ്മുടെ പാർസൽ അവിടെ നിന്ന് കയറി വരുന്നതനുസരിച്ചിരിക്കും. കസ്റ്റംസ് ചെക്കിങ്ങിൽ കയറി അവർ ഇത് തുറന്നൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ചാർജ് വരും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് മാത്രം ചാർജ് വരാതെ നമുക്ക് രക്ഷപ്പെട്ടു പോരാൻ വേണ്ടിയിട്ടും പറ്റും. ഓക്കെ, സോ ഇതിൻ്റെ പ്രൈസ് പോയിന്റ് എന്ന് പറയുന്നത് പല രീതിയിലാണ് വരുന്നത്. ബേസ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലിബാബ ഒരു സാധനം വാങ്ങുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ കുറവാണെങ്കിൽ പോലും ഷിപ്പിംഗ് ചാർജ് കൂടുതലായിരിക്കും. സോ ഇതിൻ്റെ കേസിലും സെയിം തന്നെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു $190 അങ്ങനെ എന്തോ ആയിരുന്നു ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. നോർമൽ നമുക്ക് ഓൺലൈൻ ഷോപ്പിങ്ങിലൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര കുറവായിട്ട് തോന്നും, പക്ഷേ അതിൻ്റെ ഒപ്പം നമ്മൾ ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ പ്രൈസ് ഓൾമോസ്റ്റ് ലെവലാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റുമായിരിക്കും ബാങ്കുടിയിൽ നിന്ന് ഇപ്പോൾ ഷിപ്പിംഗ് ഇല്ല. ബാങ്കുടിയിൽ നിന്ന് ഓൾറെഡി തന്നെ വലിയ കാറുകളൊന്നും വരുന്നുണ്ടായില്ല പണ്ടേ തൊട്ട് തന്നെ. ബാങ്കുടിയിൽ നിന്ന് ഇപ്പോൾ ഒരു സാധനവും വരുന്നില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നും വരാൻ തുടങ്ങിയിട്ടില്ല. ഇത് ബാങ്കുഡ് ശരിക്കും പറഞ്ഞാൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് രണ്ടാമത്. പക്ഷേ ഒരു സാധനം ഇങ്ങോട്ട് ഷിപ്പ് ചെയ്യുന്നില്ല. ഇന്ത്യയിലേക്ക് എന്തായാലും ഇപ്പോഴും ഷിപ്പിംഗ് അവൈലബിൾ ആയിട്ടില്ല. കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ വരെ ഷിപ്പിംഗ് ഉണ്ടായില്ല. അതുപോലെ തന്നെ എൻ്റെ ഒരു പ്രോഡക്റ്റ് ഷിപ്പിങ്ങിൽ വന്നിട്ട് ഇപ്പോൾ 2-3 മാസത്തിൽ കൂടുതലായിട്ട് സ്റ്റക്കായി കിടക്കണേ. റീഫണ്ടിനുള്ള ഓപ്ഷനേ ഉള്ളൂ. ബാക്കിയുള്ളവർ ഓർഡറൊക്കെ അത് കഴിഞ്ഞിട്ട് ചെയ്ത ഓർഡറൊക്കെ അവർ ക്യാൻസൽ ചെയ്ത് കളഞ്ഞായിരുന്നു. സോ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്യാൻ പോകുമ്പോൾ അൺബോക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ടേബിളിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എത്രയൊക്കെ ഞാൻ ക്യാമറ വെച്ചൊന്ന് വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു വീഡിയോ എടുക്കുന്നതിന് മുമ്പ്. ഒരു രക്ഷയില്ല, ഫ്രെയിമിൻ്റെ അകത്ത് കയറൂല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനൊന്ന് തറയിലിട്ടിട്ട് നമുക്കൊന്ന് നോക്കാം, ഫ്ലോറിലിട്ടിട്ട് നമുക്ക് അവിടെ ഇരുന്ന് ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും ബോക്സിന് എന്തായാലും ഒന്ന് കറക്റ്റായിട്ടൊന്ന് പരിചയപ്പെട്ടേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് എന്ന് പറയുന്നത്. എപ്പുറത്തുനിന്ന് എടുത്താലും ഫ്രണ്ടൊക്കെ ഒരുപോലെ ഉണ്ട്. അപ്പോൾ ഇതല്ല നമ്മുടെ ശരിക്കുമുള്ള മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശരിക്കുമുള്ള മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ മറിക്കാം. ഓക്കെ, ഒരു മിനിറ്റ്, ഒറ്റ കൈക്ക് മറിക്കാൻ ഒരു തിരുപ്പാടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ശരിക്കുമുള്ള ഒരു മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ സെയിം മോഡൽ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, യെല്ലോ കളറാണ്. അപ്പോൾ ഇതാണ് മോഡൽ നെയിം. അതിൻ്റെ ഇപ്പോൾ ഒരു JK വരുന്നുണ്ട്, അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ ഒരു ഹാർഡ് ഷെല്ല് പോലെ പുറമേ അടഞ്ഞിരിക്കുന്ന ഒരു ബോഡി ആയിരിക്കും, മറ്റേതാണെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പൺ ബോഡി ആയിരിക്കും. അതല്ലാതെ ഇതാണ് നമ്മുടെ ഒരു ഇലക്ട്രോണിക്സിൻ്റെ ഒരു ക്യുക്ക്. അകത്തുള്ള ഒരു കമ്പോണൻസ് ഏകദേശം ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ വാട്ടർ പ്രൂഫാണ്, 2.4 GHz ആണ്. ബ്രാൻഡ് നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RGT എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്പെക്ക് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ള. ഗിയേഴ്സ് എല്ലാം മെറ്റൽ തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതുപോലെ തന്നെ ഷോക്സൊക്കെ ഓയിൽ ഫിൽഡ് ഷോക്സ് ആണ്. അപ്പോൾ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്, എന്തോരം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ളത് അത്യാവശ്യം നിങ്ങൾക്ക് ഇവിടെ അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പോൾ 60 amp ESC ആണ് നമുക്കിവിടെ വരുന്നത്. 7.2 വോൾട്ടിൻ്റെ 2000 mAh ബാറ്ററിയാണ്. ഈ ബാറ്ററി ഇൻക്ലൂഡഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, കാര്യം ബാറ്ററി ഷിപ്പ് ചെയ്യാനൊരു ഇഷ്യൂ ഉണ്ട്. നമ്മുടെ ഇങ്ങോട്ട് ബാറ്ററീസ് ഷിപ്പ് ചെയ്യാനൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് അവർ ബാറ്ററി എടുത്ത് മാറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാറ്റിയിട്ടുണ്ടാവണം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, CJ ബോഡി വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ഓപ്പൺ ടോപ്പായിട്ട് വരുന്ന ബോഡി. ഇത് നമ്മുടെ ക്ലോസ്ഡിലാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ യെല്ലോ ആണ് ഓർഡർ ചെയ്തത്, അതുകൊണ്ട് അവിടെ സ്റ്റിക്കർ ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തറയിലിട്ടിട്ട് തന്നെ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ടേബിളിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒന്നാമത് അത്യാവശ്യം വെയിറ്റും ഉണ്ട് ഇതിന്, ബോക്സിന് തന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബോക്സിന് കണ്ടീഷൻ ഇവിടേക്ക് ഒരു ഇച്ചിരി ചളുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഓൾറെഡി ഓപ്പൺഡ് ബോക്സാണ്, നിങ്ങൾക്ക് ഇവിടെ അറിയാൻ വേണ്ടി പറ്റും. ബോക്സിൻ്റെ കണ്ടീഷൻ ഷോ ഔട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിൽ സീലില്ല. അപ്പോൾ ഓൾറെഡി കസ്റ്റംസ് ഓപ്പൺ ചെയ്ത് ചെക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും വന്ന പാക്കേജിങ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് തുറക്കുമ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് തുറക്കാൻ വേണ്ടി പറ്റും. പിന്നെ തുറന്നിട്ട് ഞാൻ വെച്ചിരിക്കുന്ന ബോക്സ് കറക്റ്റാണ് നോക്കട്ടെ. ഓക്കെ, നേരെ തന്നെയാണ് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അകത്തെ പാർട്ട് നിങ്ങൾ നോക്കിയാലും അറിയാൻ പറ്റും, ഇവിടെയും ഇത്തിരി ഡാമേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് വലിച്ചെടുക്കണം പുറത്തേക്ക്. അപ്പോൾ ഇവിടെ പിടിച്ചിട്ട് നമുക്ക് എന്തായാലും ഈ ബോക്സിൽ നിന്ന് വലിച്ചെടുക്കാം. ഓക്കെ 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 ബോക്സിൽ നിന്ന് എല്ലാത്തിനെയും പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബോക്സ് കാലിയായിട്ടുണ്ട്. ഞാൻ ബോക്സിന് സൈഡിലേക്ക് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ഒപ്പം വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നിനെയും പരിചയപ്പെടുത്താം.
അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ കഥാപാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രോളർ വരുന്നത്. ഇത് എൻ്റെ കൈ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു സൈസ് ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും, ഇത്ര വലിയ സാധനമാണ്. ഓക്കെ, അതുകൂടാതെ അപ്പോൾ നമുക്കിത് ചാർജർ വരുന്നുണ്ട്. ഒരു നോർമൽ ഒരു വാൾ അഡാപ്റ്റർ പോലത്തെ ചാർജർ, അതിൻ്റെ അടുത്ത് ടീ പ്ലഗ് ആണ് വരുന്നത്. നമ്മൾ ബേസിക്കലി ഇങ്ങനെയുള്ള ചാർജർ ഉപയോഗിക്കാറില്ല. പേഴ്സണലി ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ നമ്മുടെ കയ്യിൽ ബാലൻസ് ചാർജർ വേറെ ഉണ്ട്, അപ്പോൾ അതേ ഉപയോഗിക്കാറുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻ മാനുവൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് വരുന്നുണ്ട്. ഇത് ഷോക്കിൻ്റെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടാനുള്ള ഒരു ബ്രാക്കറ്റ്സ് ആണ്. നമുക്ക് ഷോക്ക് ലെവൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് സ്പ്രിങ് കൂട്ടാനും കുറക്കാനും വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇതൊക്കെ എന്തൊക്കെയോ സ്പെയർ കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു സ്നോർക്കൽ പോലെ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ നമ്മളതിൻ്റെ തുളച്ചിട്ടൊക്കെ വെക്കേണ്ടി വരും. അതുപോലെ കുറച്ച് ആക്സറീസ് അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ട്. വൈപ്പറുണ്ട്, വൈപ്പറൊക്കെ നമുക്ക് ഇവിടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ ആയിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ റിമോട്ട് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റിമോട്ട് കൺട്രോൾ നമുക്ക് എന്തായാലും പുറത്തേക്ക് എടുക്കാം. ഓക്കെ, സോ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിമോട്ട് കൺട്രോൾ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു റിമോട്ട് കൺട്രോളാണ്. ഇതിൻ്റെ അവിടെ RGT എന്ന് പറഞ്ഞൊരു ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഡംബോ RC എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിമോട്ട് കൺട്രോളാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ട്രാൻസ്മിറ്റർ റിസീവർ അത്യാവശ്യം ഫേമസ് ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ കോസ്റ്റിൽ നമുക്ക് അത്യാവശ്യം നല്ല റേഞ്ച് കിട്ടുന്നതും അതേപോലെ തന്നെ ഡിലേ ഇല്ലാത്ത ട്രാൻസ്മിഷനും ഉള്ളൊരു ഇത് തന്നെയാണ്, കൺട്രോളർ തന്നെയാണ്. ഇത് അത്യാവശ്യം ഫേമസ് ആണ്, ലോ കോസ്റ്റും ആണ്. ഒരുപാട് RC ഹോബീസ്റ്റുകൾ, തുടങ്ങുന്ന RC ഹോബീസ്റ്റുകൾ ഈ റിമോട്ടുകൾ തന്നെ ഉപയോഗിക്കുന്നത്. ക്രോളറിലേക്ക് വരാം. അപ്പോൾ ക്രോളർ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ സിപ്റ്റായി ഉണ്ടാവണം. സിപ്റ്റായി വിടിപ്പിച്ചെടുക്കണം. ഞാൻ എന്തായാലും താഴത്തുനിന്ന് എന്തായാലും സിപ്റ്റായി വിടിപ്പിച്ചെടുക്കാം. എന്തായാലും നമ്മുടെ ക്രോളറിനെ പുറത്തേക്ക് എടുക്കാം. ഓക്കെ, മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ക്രോളർ എന്ന് പറയുന്നത്. ഞാൻ എന്തായാലും ടേബിൾ ടോപ്പിൽ വെച്ചിട്ട് എന്തായാലും ഒരു നല്ലൊരു വ്യൂ തരാം. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം എന്തൊക്കെയാണ് ഇതിൻ്റെ ഒപ്പം വരുന്നത്, ഇതിൻ്റെ അകത്തുള്ള കമ്പോണൻസ് ഒക്കെ അപ്പോൾ എന്തായാലും ഞാൻ പരിചയപ്പെടുത്തി തരാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ക്രോളർ. അപ്പോൾ ഞാൻ സൈഡ് വ്യൂ ഒക്കെ എന്തായാലും ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സൈഡ് വ്യൂ എന്ന് പറയുന്നത്. ഫ്രണ്ട് വ്യൂ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. ഫ്രണ്ടിൽ നിന്ന് കാണാൻ നല്ല അത്യാവശ്യം നല്ല സൂപ്പർ ലുക്കാണ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഡമ്മി ഒരു വിഞ്ചിൻ്റെ പോലത്തെ ഒരു ഷേപ്പ് ഉണ്ട്. ഒറിജിനൽ വിഞ്ചല്ല, നമ്മളൊരു ഇത്തിരി പണിപ്പെട്ട് ഒരു DIY ചെയ്ത് അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്കൊരു ഒറിജിനൽ വിഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചെയ്യാം. അപ്പോൾ അതല്ലാതെ ഇപ്പുറ സൈഡിലേക്ക് വന്നാലും സെയിം വ്യൂ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ബാക്ക് സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലെക്സൈൻ ടൈപ്പ് ബോഡിയാണ്. നമുക്ക് അതിനകത്ത് തന്നെ നമ്മുടെ വീൽ കപ്സ് വരുന്നിടത്ത് ഇവിടെ ആയിട്ട് നമുക്കൊരു ഹാർഡ് പ്ലാസ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മിറേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മിറേഴ്സ് ആണ് തോന്നുന്നു. നമുക്ക് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സൈഡിൽ മിററിൻ്റെ ഒരു പ്ലാസ്റ്റിക് ഒരു സ്റ്റിക്കറിങ് ഉണ്ട്. ഈ സൈഡിൽ ശരിക്കും പറഞ്ഞാൽ ഈ സൈഡിൽ അത് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഷിപ്പിങ്ങിൽ നമുക്ക് ചെറിയൊരു ഡാമേജ് കിട്ടിയിട്ടുണ്ട്. സൈഡിലൊരു മിററിൻ്റെ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു, അത് കാണാണ്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തുള്ള ഇന്റേണൽ കമ്പോണൻസിലേക്കും കൂടെ വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 4 ക്ലിപ്പ് ഉണ്ട്. ബോഡി ക്ലിപ്സ് 4 ഉണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് ഊരാം. ഓക്കെ, നാലാമത്തെ കൂടെ ഊരി വരാം. ഓക്കെ, അപ്പോൾ 4 ബോഡി ക്ലിപ്പ് നമ്മൾ ഊരിയിട്ടുണ്ട്. നമുക്ക് ബോഡീനെ പതുക്കെ ഊരിയെടുക്കാം. കാര്യം ഇവിടെ ആയിട്ടൊരു വയർ കണക്ഷൻ ഉണ്ട്. കാര്യം ഫ്രണ്ടിലൊരു ലൈറ്റ് ഉണ്ട്, അതിൻ്റെ കണക്ഷൻ ഓൾറെഡി പിടിപ്പിച്ചിട്ടാണ്, അപ്പോൾ കുഴപ്പമില്ല. ഓക്കെ, പിന്നീട് നമുക്ക് വരുന്നത്, അപ്പോൾ നമുക്ക് അകത്തെ കമ്പോണൻസിലേക്ക് പോകാൻ ഞാൻ എന്തായാലും ബോഡി എന്തായാലും എൻ്റെ കയ്യിലുണ്ട്, ഞാൻ മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇതൊരു 540 സൈസ് മോട്ടറാണ് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു സർവോ വരുന്നുണ്ട്, സ്റ്റിയറിംഗ് സർവോ ഇവിടെ ആയിട്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഇലക്ട്രോണിക്സ് ഇവിടെ ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഓൺ ഓഫ് സ്വിച്ച് ഉള്ളത് ഇവിടെയാണ്. വാട്ടർ പ്രൂഫാണ് TST. കാര്യം നമുക്ക് ഇവിടെയും ഒരു കവറിങ് ഉണ്ട്, സ്വിച്ചിൻ്റെ അവിടെയും കവറിങ് ഉണ്ട്. വാട്ടർ പ്രൂഫാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയാണ് റിസീവർ വരുന്നത്. റിസീവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡംബോ RC റിസീവറാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതല്ലാതെ നമുക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ചേസസ് മെറ്റലാണ് വരുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ ബോഡി പോസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ ബോഡി പോസ്റ്റാണ് 2 അതുപോലെ തന്നെ നമുക്ക് മോട്ടർ ഫ്രണ്ട് മൗണ്ടഡ് ആണ്. നമുക്ക് ബാറ്ററി ട്രേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ബാറ്ററി ട്രേ വരുന്നത്. അത്യാവശ്യം എനിക്ക് തോന്നുന്നൊരു 3000 mAh വരെയൊക്കെ ബാറ്ററി എനിക്ക് തോന്നുന്നു ഇതിനകത്ത് സുഖമായിട്ട് കിടക്കും. 2 വെൽക്രോ സ്ട്രാപ്പും ഉണ്ട് ബാറ്ററി നമുക്ക് ടൈറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ശരിക്കും ബാറ്ററിയോട് കൂടിയാണ് വരുന്നത്. ബാറ്ററി ഇങ്ങോട്ട് ഷിപ്പ് ചെയ്യാനുള്ള റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ
ബാറ്ററി നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഇവിടെ നിന്ന് തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞു. ഓൾറെഡി നമ്മുടെ കയ്യിൽ ഒരു 2S ബാറ്ററി ഉണ്ട്. അത് 1800 mAh-ൻ്റെയാണ്. അത് ഇതിനകത്ത് കിടന്ന് കഴിഞ്ഞാൽ ഒരു സൈഡിൽ കിടക്കുമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ കണക്ടറും ഞാൻ പറഞ്ഞ തന്നെ T പ്ലഗ് ആണ് കണക്ടർ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിലേക്കായിരിക്കണം നമുക്ക് മറ്റേത് മൗണ്ട് ചെയ്യാൻ, മറ്റേ ഫ്രണ്ട് ലൈറ്റ് മൗണ്ട് ചെയ്യേണ്ടത് ഈ ഒരു പോയിന്റിലേക്കായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും മൗണ്ട് ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എന്തായാലും ഈ ലൈപ്പോ നിക്കൽ മെറ്റൽ ഹൈഡ്രേറ്റിൻ്റെ ഈ ഒരു ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട്, അത് കറക്റ്റായിട്ട് ഈ പിന്നെ ഇപ്പുറത്തേക്ക് മാറ്റി കുത്തേണ്ടതായിട്ട് വരുമെന്ന്. അതല്ലാതെ നമുക്ക് ട്രാൻസ്മിറ്ററിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ട്രാൻസ്മിറ്ററാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ലൈറ്റിനുള്ള ചാനൽ ട്രീ ആണ്. ഒരു ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും ടോട്ടൽ. രണ്ടാമത്തെ സ്റ്റിയറിങ്, മൂന്നാമത്തത് ലൈറ്റ് ഓൺ ഓഫ് ഉണ്ട്. ഇത് വർക്ക് ചെയ്യില്ല, ഇത് ഡമ്മിയാണ് കേട്ടോ. ശരിക്കും ഇവിടെയായിട്ടാണ് നമുക്ക് ഓൺ ഓഫ് ബട്ടൺ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പൊക്കത്ത് തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സാധാരണ ട്രിമ്മുകളൊക്കെ വരുന്നത് ഇവിടെയായിട്ട് വരും. സ്റ്റിയറിംഗ് ട്രിമ്മും ടോട്ടൽ ട്രിമ്മും സ്റ്റിയറിംഗ് ജുവൽ റേറ്റൊക്കെ നമുക്ക് ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് 4 AA ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ AA ബാറ്ററി വേണം. ഇതിൻ്റെ 2S ലൈപ്പോ ബാറ്ററിയിൽ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമോ നോക്കാം. അതുപോലെ തന്നെ ടയേഴ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സോഫ്റ്റ് ടയറാണ്. നമുക്ക് ക്രോളിങ്ങിന് ഏറ്റവും അത്യാവശ്യം സോഫ്റ്റ് ടയർ വേണം. അതുപോലെ തന്നെ ഈ വണ്ടികളൊക്കെ സ്പീഡ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്പീഡൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇത് സിംഗിൾ ഗിയറാണ്. നമുക്ക് സിംഗിൾ സ്പീഡേ ഉള്ളൂ, 2 സ്പീഡ് ട്രാൻസ്മിറ്ററൊന്നും അല്ല. 2 സ്പീഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആയിട്ടൊരു ഇതും കൂടെ വരും, സെർവോയും കൂടെ വരും. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടർ ഇവിടെ ആയിട്ടാണ് ഉള്ളത്. ഫ്രണ്ട് മൗണ്ടഡ് മോട്ടറാണ്. ഫ്രണ്ട് മൗണ്ടഡ് മോട്ടറിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ട്രാൻസ്ഫർ കേസ് ഇവിടെ ആയിട്ട് വരും, ഒരു മെറ്റൽ ട്രാൻസ്ഫർ കേസ് വരും. ഈ താഴെയായിട്ടൊരു ട്രാൻസ്ഫർ കേസ് വന്നിട്ട് അവിടെ നിന്നാണ് നമുക്ക് 2 ഡ്രൈവ് ഷാഫ്റ്റ് ഇങ്ങോട്ട് വന്നിട്ടാണ് ഇവിടെ ആയിട്ടാണ് നമ്മുടെ 2 ഡിഫറൻഷ്യൽ ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് വന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത് നോർമലായിട്ടുള്ള. അതുപോലെ തന്നെ ലിങ്കൊക്കെ മെറ്റലാണ്, മെറ്റൽ ലിങ്കേജാണ് വരുന്നത്. 4 ഇവിടെ ഫ്രണ്ടിലുണ്ട്, 4 ബാക്കിലുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഷോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ ഷോക്സാണ്. അതുപോലെ തന്നെ ഇത് ഓയിൽ ഫീൽഡാണ്. അത്യാവശ്യം നല്ല ഫ്ലെക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം ബൈൻഡിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ വേണ്ടി പറ്റും സ്റ്റിയറിങ് തിരിയുന്നുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിയറിങ് ആംഗിൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ തന്നെ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ത്രോട്ടിലിൻ്റെ ജുവൽ റേറ്റ് ആണ് ഇവിടെ ഉള്ളത്, ഈ താഴെ കാണുന്നത്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം എത്രത്തോളം തിരിയും എന്നുള്ളത്, എത്ര തിരിയുന്നുള്ളത്. ഇതിപ്പോൾ 50%-ലാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു സാധനമുള്ളത് 50%-ലാണ്. നമുക്ക് ഫുള്ളാക്കി തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അല്ല, അത്യാവശ്യം നല്ലൊരു സ്റ്റിയറിങ് ആംഗിൾ ഉണ്ട്. അപ്പോൾ ചില സമയത്ത് നമുക്ക് ഇത്രയും വേണ്ടി വരില്ല, എന്നാലും പ്രൊപ്പോർഷണൽ സ്റ്റിയറിംഗ് ആണ്, നമുക്ക് ഇഷ്ടമുള്ള അത്രയും തിരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് തിരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് മാക്സിമം പോയാൽ 75 അല്ലെങ്കിൽ 50-ലൊക്കെ മതിയാവും. അതുകാലം നമുക്ക് എന്തായാലും 75-ൽ ഇട്ടേക്കാം. ഇതൊക്കെ തന്നെ അത്യാവശ്യം നല്ലൊരു സ്റ്റിയറിംഗ് ആംഗിളാണ്. അതുപോലെ തന്നെ സൈസ് കമ്പാരിസണിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ബഗ്ഗീനെയാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും എന്തോരം വലുതാണെന്നുള്ളതല്ലേ. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 3 ചാനലാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ റിമോട്ട് കാണാൻ പറ്റും ചാനൽ 3യുടെ ഒരു ലൈറ്റ് കത്തി കിടക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ലൈറ്റ് ഓഫ് ആവും. അപ്പോൾ ലൈറ്റിൻ്റെ കേസിൽ നമുക്ക് ബോഡിയിൽ 2 ലൈറ്റ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് ഫ്രെയിമിൻ്റെ അകത്ത് തന്നെ കേസിൻ്റെ അകത്ത് 2 ലൈറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിലും നമുക്ക് 2 ലൈറ്റ് കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിൽ 2 ലൈറ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ബാക്കിൽ ഈ ഇവിടുത്തെ ലൈറ്റിൻ്റെ വയർ ഞാൻ നോക്കിയപ്പോൾ ഡിസ്കണക്റ്റഡ് ആയിട്ടായിരുന്നു കണ്ടത്. ഞാൻ എന്തായാലും ഇവിടെ നോക്കാം, കാണാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി പറ്റില്ല. ഇവിടെ ഒരു റെഡ് വയർ ഇവിടെ താഴത്ത് കാണാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക്, ഇവിടെ ലൂസായിട്ട് ഇരിക്കുന്നത് ഈ ഒരു പൊസിഷനിൽ. അപ്പോൾ അതിനർത്ഥം അത് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അത് കണക്ട് ചെയ്യേണ്ടി വരും. ഷിപ്പിങ്ങിൽ പറ്റിയ ഡാമേജ് ആയിരിക്കണം. അതല്ലാതെ വേറെ ബോഡിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി പറ്റും. ബോഡിയിൽ ഓവറോൾ ഇഷ്യൂസ് ഒന്നുമില്ല. ഞാനിപ്പോൾ ഇത് ഇട്ടിട്ടില്ല, തിരിച്ച് നമ്മുടെ ക്ലിപ്പ് ഇട്ടിട്ടില്ല. ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ശരിക്കുമുള്ള ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കുഴപ്പമില്ലാത്തൊരു ലുക്കുണ്ട് സാധനത്തിന്. ഫ്രണ്ടിൽ നിന്ന് കാണാൻ നല്ല അടിപൊളി ലുക്കാണ്. നമുക്ക് എന്തായാലും ഫസ്റ്റ് ടൈം ഇതൊന്ന് ഓടിച്ച് നോക്കാം. സ്ലോ സ്പീഡ് എന്തോരം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലോ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. റിവേഴ്സ് ഭയങ്കര ക്യുക്കാണ്. ഫ്രണ്ട് നമുക്ക് സ്ലോ സ്പീഡിൽ ഒന്നുകൂട്ടൊന്ന് കൊടുത്തു നോക്കാം. ഇതാണ് അതിൻ്റെ സ്ലോ സ്പീഡ് എന്ന് പറയുന്നത്. ക്രോളറിന് വേണ്ടതും ലോ സ്പീഡാണ്. എൻ്റെ മേത്ത് കൂടെയൊക്കെ ഇടിച്ച് കയറി വരുമായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ അതാണ് നമ്മുടെ RGTയുടെ EX86010 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. JK വേരിയൻ്റാണ് വരുന്നത്.
അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. എന്തായാലും ഇതിൻ്റെ കണ്ടിന്യൂസ് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ ബാക്കിൽ ആ ഒരു ലൈറ്റേ കത്തുന്നുള്ളൂ. അപ്പോൾ ആ രണ്ടാമത്തെ ലൈറ്റും കൂടെ നമുക്ക് ഫിക്സ് ചെയ്യാം. അതും കൂടെ കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ല ലുക്കായിരിക്കും. അതിനുശേഷം നമുക്ക് എന്തായാലും ഒന്ന് പുറത്തിട്ടൊന്ന് ഓടിച്ചു നോക്കാം. അത് കഴിഞ്ഞിട്ടൊരു വീഡിയോയിൽ നമുക്ക് എന്തായാലും കുറച്ച് ഒബ്സ്റ്റക്കിൾസ് ഒക്കെ വെച്ചിട്ട് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നും കൂടെ നോക്കാം. സോ നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരത്തേക്കും ബൈ.